ഹോർമുസിൽ ചുങ്കം പിരിക്കുന്നത് തുടരുമെന്ന് ഇറാൻ. കപ്പലിന്റെ വലിപ്പവും ചരക്കിന്റെ സ്വഭാവവും മുൻനിർത്തിയാകും ഫീസ് കണക്കാക്കുക. US പിടിച്ചെടുത്ത കപ്പൽ ജീവനക്കാരെ ഒമാന് കൈമാറാൻ ധാരണയായതായി ഇറാൻ അറിയിച്ചു. ഇസ്ലാമാബാദ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇനിയും തീരുമാനിച്ചിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഇറാനെതിരെ ആക്രമണം പുനരാരംഭിക്കാൻ അമേരിക്കയുടെ അനുമതിക്ക് കാത്തിരിക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും നിലപാടിൽ ഉറച്ചു നിന്നതോടെ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന സ്ഥിതിയാണോ ഉള്ളത്? ദിവ്യ, തീർച്ചയായിട്ടും സംഘർഷം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നയതന്ത്ര നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ടെങ്കിലും വളരെ പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളും പ്രതികരണങ്ങളുമാണ് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും തുടരുന്നത്. കാരണം ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്നിപ്പോൾ 2 കപ്പലുകൾ കടന്നുപോയതായി ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭ്യമായിട്ടുണ്ട്. ഈ 2 കപ്പലുകളും ചുങ്കം നൽകിയാണ് കടന്നുപോയതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. എത്രയാണ് തുക ഇറാൻ ചുങ്കമായി പിരിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. എന്തായാലും ചുങ്കം പിരിച്ചു തുടങ്ങിയതായിട്ട് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയുടെ പിടിച്ചെടുത്ത ഇറാനിൽ നിന്ന് പിടിച്ചെടുത്ത അമേരിക്കൻ കപ്പലിലെ ജീവനക്കാരെ വിട്ടയക്കാൻ ധാരണയായിട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നു. അവരെ ഒമാനായിരിക്കും കൈമാറുക. അതോടൊപ്പം തന്നെ ഇറാനെ എതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു യുദ്ധത്തിന് തങ്ങൾ ഒരുക്കം തുടങ്ങിയതായിട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ ശിലായുഗത്തിലേക്ക് തള്ളിവിടുന്നതിന് സമാനമായിട്ടുള്ള ആക്രമണമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിന് ട്രംപിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം നയതന്ത്ര നീക്കങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്നതായിട്ട് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അല്പം മുമ്പ് വിശദീകരിച്ചിട്ടുമുണ്ട്. ദിവ്യ, ശരി, MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.